ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അമ്മയെ കാണാഞ്ഞ് വിഷമിച്ചിരുന്ന പപ്പിമോളുടെ അടുത്തോട്ട് ശ്യാമ ഓടി എത്തുകയാണ്. ശ്യാമ പൊന്നുമോളെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ കൊടുത്ത് കരയുവാണ്. എൻ്റെ പൊന്നുമോളെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല ശ്യാമയ്ക്ക്. അത്രയും നേരം കുഞ്ഞിന് വെള്ളമോ ആഹാരമോ ഒന്നും കൊടുത്തിട്ടില്ല. പപ്പിമോള് കരഞ്ഞോണ്ട് ചോദിക്കുന്നു, അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെ പോയതാമ്മേ? എൻ്റെ പൊന്നുമോളെ, എൻ്റെ പൊന്നുമോൾ ഈ അമ്മയോട് ക്ഷമിക്ക്. എൻ്റെ മോളെ ഇട്ടിട്ട് മനഃപൂർവ്വം അമ്മ പോയതല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. എൻ്റെ മോക്ക് വിശക്കുന്നുണ്ടോ? അമ്മ എന്തെങ്കിലും തരട്ടെ എൻ്റെ മോക്ക്. എനിക്കിപ്പോൾ ഇത്തിരി വെള്ളം തന്നാൽ മതി അമ്മേ, വല്ലാത്ത ദാഹമുണ്ട് എനിക്ക്. വെള്ളം പോലും കുടിക്കാതിരുന്ന കുഞ്ഞിനെ ശ്യാമ പൊക്കിയെടുത്ത് തോളയിൽ വെച്ചോണ്ട് കരഞ്ഞോണ്ട് പോവുകയാണ്. താഴെ സുസ്മിതയും രോഹിത്തും ഇരിപ്പുണ്ട്. അവരുടെ മുന്നിൽ കൂടാണ് ശ്യാമ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ പോകുന്നത്. സുസ്മിത പെട്ടെന്ന് ശ്യാമയെ കണ്ടിട്ട് എഴുന്നേറ്റിട്ട് പറയാ, നിക്കടി അവിടെ, നീ ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ട് ഞാൻ പറയുക, ഇപ്പം ഈ നിമിഷം നീ നിൻ്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോണം. ശ്യാമ പറയുക, എൻ്റെ കുഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ തളർന്നിരിക്കുക. ഇപ്പോഴെൻ്റെ കുഞ്ഞിന് എനിക്ക് അല്പം വെള്ളം കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ അനുസരിക്കാം. എങ്ങോട്ട് പോവാടി? അങ്ങോട്ട് നിൽക്കടി അവിടെ. ഞങ്ങൾ പറയുന്ന നീ കേട്ടിട്ട് പോയാൽ മതി. ഞങ്ങൾ പറഞ്ഞതൊന്നും നീ അനുസരിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നീ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഈ രാത്രിയിലെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. നീ സഹായിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ, സഹായത്തിന് നീ വേണമെങ്കിൽ അവരെയൊക്കെ അങ്ങ് വിളിച്ചോ. സുസ്മിതയുടെ വാലാട്ടിപ്പട്ടിയെ പോലെ ഇരിക്കുന്ന രോഹിത്തിൻ്റെ കാല് പിടിച്ചിട്ട് ശ്യാമ പറയുക, രോഹിത്തെ, ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നേരം വെളുത്തിട്ട് ഞാൻ എവിടാന്ന് വെച്ചാൽ പൊയ്ക്കോളാം. അവൻ പറയുക, സുസ്മിത പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിലേ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ? നീയേ നിന്റെ തന്നിഷ്ടമാ കാണിച്ചത്, അതുകൊണ്ട് നീ അനുഭവിക്കുക തന്നെ വേണം. രോഹിത്തെ അങ്ങനെ പറയരുത് എന്നിങ്ങനെ ശ്യാമ പറയുമ്പോഴേക്കും സുസ്മിത ഇങ്ങോട്ട് വന്ന് ശ്യാമയെ പിടിച്ച് വലിച്ചിട്ട്, ഇറങ്ങടി ഇവിടുന്ന്, ഇറങ്ങാൻ പറഞ്ഞ ഇപ്പം നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം. പപ്പിമോള് കരഞ്ഞോണ്ട് പറയുന്നു, അമ്മേ എനിക്കിത്തിരി വെള്ളം വേണമമ്മേ. അവളുടെ ഒരു വെള്ളം, വാടി ഇറങ്ങടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ശ്യാമയുടെ കൈക്ക് പിടിച്ച് വലിച്ചവൾ പുറത്തോട്ട് കൊണ്ടുവന്ന് ശ്യാമയെ ഒരൊറ്റ തള്ള്. ശ്യാമ അവിടെ അങ്ങ് വീഴുവാണ്. പപ്പിമോള് കരഞ്ഞോണ്ട് എൻ്റെ അമ്മേന്നും പറഞ്ഞ് ഓടി പോകുന്നുണ്ട്. സുസ്മിതയെ ചതിച്ചിട്ടേ സുസ്മിതയുടെ ചെലവിൽ നീ ഇവിടെ ഉണ്ടുറങ്ങിയും കഴിയാന്ന് വിചാരിച്ച് അല്ലേടി? രോഹിത്തും വന്നവിടെ നോക്കി നിൽക്കുവാണ്. അവൻ്റെ മുന്നിൽ വെച്ചാണ് സുസ്മിത പറയുന്നത്, ഞാൻ അവിടുന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ അടി ഇങ്ങോട്ട് വന്നത്. സുസ്മിതയെ ചതിച്ച നിന്നെ ഇവിടെ വെച്ച് പൊറിപ്പിക്കത്തില്ലടി ഞാൻ. സുസ്മിതയുടെ അടിമയായ രോഹിത്തിനോട് സുസ്മിത ചോദിക്കുന്നു, ഭാര്യയും കൊച്ചിനെയും പുറത്താക്കിയതിൽ നിനക്ക് വല്ല വിഷമമുണ്ടോ? ആരുടെ ഭാര്യ, ആരുടെ കൊച്ച് എന്ന് പറഞ്ഞിട്ട് മനസാക്ഷിയില്ലാത്ത ആ മൃഗം അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. രോഹിത്തേന്നിങ്ങനെ ശ്യാമ ഉടക്കിടന്ന് വിളിക്കുന്നുണ്ട്. സുസ്മിത പറയുക, എടി രോഹിത്ത് പറഞ്ഞത് നീ കേട്ടല്ലോ, ഇനി ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തോട്ട് ചെന്നിട്ട് കഥകങ്ങ് വലിച്ചടയ്ക്കുവാണ്. പപ്പിമോള് നിലവിളിച്ചുകൊണ്ട് ശ്യാമയോട് പറയുക, അമ്മേ നമുക്ക് പോകാമേ. എന്തിനാ അമ്മേ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വഴക്ക് കേൾക്കുന്നത്? നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട മോളെ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് ശ്യാമ പപ്പിമോളെയും കൊണ്ട് പോവുകയാണ്. അനൂപ് നമ്മുടെ നൂർജഹാൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. നൂർജഹാൻ അനൂപിനെ കണ്ടങ്ങ് പേടിക്കുക. അനൂപ് എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? ആ നസീറക്കെങ്ങാനും കണ്ടെങ്കിൽ അതും മതിയെന്ന്. നൂർജഹാനെ, ഞാൻ ഫോൺ ചെയ്തിട്ട് നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇല്ല, നിന്റെ മറുപടി കിട്ടിയിട്ടേ ഞാൻ പോകൂ. എനിക്കറിയണം നിന്റെ തീരുമാനം എന്താണെന്ന്. അനൂപേ, എനിക്ക് അനൂപിനെ ഇഷ്ടമാണ്. അനൂപിനെ നിക്കാഹ് കഴിക്കാൻ എനിക്ക് ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ബാപ്പിച്ചെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഒരാഗ്രഹവും എനിക്ക് സാധിക്കണ്ട. അനൂപ് നൂർജഹാൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുക, നമ്മുടെ സ്നേഹത്തിന് താൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ലയോ? ഇല്ലെന്നാര് പറഞ്ഞു? എൻ്റെ മനസ്സിൽ അനൂപ് എന്നും ഉണ്ടായിരിക്കും. ആ സ്ഥാനത്ത് ഈ ജന്മത്ത് മറ്റൊരാൾ കടന്നു വരില്ല. എന്നെ വേറെ ആർക്കും സ്വന്തമാക്കാനും കഴിയില്ല. അനൂപിൻ്റെ പെണ്ണായിട്ട് തന്നെ ഞാൻ എൻ്റെ ഈ ജീവിതം ഇവിടെ ജീവിച്ച് തീർക്കും. അനൂപ് ഇപ്പോൾ പോ. എനിക്ക് എൻ്റെ ജീവിതത്തേക്കാൾ വലുത് എൻ്റെ ബാപ്പിച്ചിയുടെ അഭിമാനമാണ്. ഒരാൾക്ക് മുന്നിലും എൻ്റെ ബാപ്പിച്ചി തലകുനിക്കാൻ പാടില്ല. എൻ്റെ പേര് പറഞ്ഞ് അപമാനിക്കപ്പെടാനും പാടില്ല. ഈ സമയത്ത് സുബൈർക്ക് അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നൂറെ, എനിക്ക് നിന്നോട് തർക്കിക്കാനാവില്ല, പക്ഷേ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. എത്ര കാലം വേണമെങ്കിലും. കാരണം എനിക്ക് തന്നെ വേണോടോ. ദയവ് ചെയ്ത് അനൂപ് ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ബാപ്പിച്ചയെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ വീട് വിട്ടിറങ്ങി വരില്ല. മറ്റൊരു വിവാഹം എനിക്ക് വന്നാൽ അതെൻ്റെ മയ്യത്തിലേ അവസാനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നൂർജഹാൻ അകത്തോട്ട് ഓടി വരുമ്പോൾ സുബൈർക്ക് അവിടെ നിൽപ്പുണ്ട്.
വാപ്പിച്ചിയുടെ മുഖത്ത് പോലും നോക്കാതെ നൂർജഹാൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി കട്ടിലിരിക്കുവാണ്. അനൂപ് അങ്ങ് പോവുകയും ചെയ്തു. സത്യമോള് രാവിലെ എഴുന്നേറ്റ് ശാരദാമ്മയോട് ചായ ചോദിക്കുവാണ്. ശാരദാമ്മ പറയുന്നു, മോള് പോയി മുഖമൊക്കെ കഴുകിയിട്ട് വാ. അപ്പോഴേക്കും ശാരദാമ്മ ചായ എടുത്തു വെക്കാം. അങ്ങനെ സത്യമോള് മുഖം കഴുകാനായിട്ട് കതക് തുറന്ന് വെളിയിലോട്ട് വന്ന് നോക്കുമ്പോൾ ശ്യാമ ഇരുന്ന് ഉറങ്ങുന്നു. ശ്യാമയുടെ മടിയിൽ പപ്പിമോളും കിടന്നുറങ്ങുന്നു. സത്യമോൾ ഓടി വന്ന് ശാരദാമ്മയോട് പറയുന്നു, ശാരദാമ്മേ, നമ്മുടെ പുറത്ത് പപ്പിയും ശ്യാമയാൻ്റെയും ഇരിക്കുന്നു. ശ്യാമയോ? മോൾ എന്തുവാ പറയുന്നേ എന്നും പറഞ്ഞ് ശാരദാമ്മ ഓടി വന്ന് നോക്കുവാണ്. പാവം ശ്യാമ വരാന്തയിലിങ്ങനെ ക്ഷീണിച്ചിരുന്ന് ഉറങ്ങുവാണ്. ഒന്നും അറിയാതെ പപ്പിമോളും മടിയിൽ കിടന്നുറങ്ങുന്നു. ശാരദാമ്മ ശ്യാമേ ശ്യാമേന്ന് വിളിച്ചുണർത്തുവാണ്. എന്താ മോളെ ഇതൊക്കെ? നീ എപ്പോഴാണ് ഇവിടെ വന്നത്? നീ എന്താ എന്നെ വിളിക്കാഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്യാമ അമ്മേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. എൻ്റെ പൊന്നുമോളെ, എന്താ ഉണ്ടായതെന്ന് നീയൊന്ന് പറ. എൻ്റെ അമ്മേ, എനിക്ക് വയ്യ. എനിക്ക് ജീവിതം മടുത്തു. എനിക്കിനി ഇതിൽ കൂടുതൽ സഹിക്കാനൊന്നും വയ്യ. ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു. മോളെ കരയാതെ, കുഞ്ഞിനെ കൂടെ സങ്കടപ്പെടുത്താതെ. നമ്മുടെ വിഷ്ണു പുതിയ ഓട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ പേര് തന്നെ ഓട്ടോശ്രീ എന്നാണ്. വിഷ്ണു ഇങ്ങനെ വളരെ സന്തോഷത്തോടെ കമലിനോട് പറയുവാണ്, നമ്മുടെ കളക്ടറുടെ ജാമ്യത്തിലെടുത്ത വണ്ടിയാ. മാസവടവിനൊക്കെ ഉള്ളത് കിട്ടുവോടാ? അതിനൊക്കെയുള്ള വക കിട്ടുവാശാനെ. സാധാരണക്കാരൻ്റെ വാഹനമാണ് ഓട്ടോ. നമ്മുടെ നാട്ടിൽ കൂടുതലും ഉള്ളതേ സാധാരണക്കാരല്ലയോ? അവരെൻ്റെ ആശാനെ കൈവിടില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാ. എടാ കമല, നീ ആ സ്റ്റാൻഡിലുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ചായിരുന്നോ? പിന്നില്ലേ, ആശാൻ്റെ ഓട്ടോ വരാൻ കാത്തു നിൽക്കുവാണ് ആ സ്റ്റാൻഡിലുള്ളവർ. ലോറിത്താവളത്തിൽ നടന്നതൊക്കെ കുറച്ച് ഞാൻ അങ്ങോട്ട് കയറ്റി സംസാരിച്ചിരിക്കുന്നതുകൊണ്ടേ ചിലപ്പോൾ അവർ ഓട്ടോ സ്റ്റാൻഡിൻ്റെ നേതാവായിട്ട് തന്നെ നമ്മൾ ആശാനെ അങ്ങ് തിരഞ്ഞെടുത്തേക്കും. വിഷ്ണു പറയാ, അപ്പോൾ ഇവിടെയും അടിക്ക് സാധ്യതയുണ്ടെന്ന് പറയാം. എടാ കമല, എൻ്റെ ഭാര്യ കളക്ടറാണെന്ന് വല്ലതും നീ പറഞ്ഞായിരുന്നോ? അയ്യോ, പറയണമായിരുന്നോ ആശാന്? എടാ ഒറ്റ അടി വെച്ചരും, അതൊന്നും പറഞ്ഞു പോയേക്കരുത്. എടാ ഇത് ഓട്ടോയാണ്, പലരും കയറുന്നതാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതൊരു സംസാര വിഷയമായാലേ പിന്നെ ശാലിനിക്ക് അതൊരു മോശമായി പോവും. ശാലിനി അതൊക്കെ പുറത്ത് കാണിച്ചില്ലെങ്കിലേ മനസ്സിലുണ്ടാവും, നീ ഞാൻ കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയാണോടാ? കമലനാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഓട്ടോ എത്ര കണ്ടിട്ടും അങ്ങോട്ട് മതി വരുന്നില്ല. സന്തോഷം കൊണ്ട് ആ ഓട്ടോറിക്ഷയിൽ അങ്ങ് ഉമ്മ കൊടുക്കുവാണ്. ആശാനെ, ഈ പുതിയ ഓട്ടോയിൽ നമ്മൾ എങ്ങോട്ടാ യാത്ര? അതെ, ഒരു കുടുംബശ്രീ ക്ഷേത്രത്തിലേക്ക്. അങ്ങനൊരു ക്ഷേത്രമുണ്ടോ? നീ കേട്ടിട്ടില്ലേ അങ്ങനൊരു ക്ഷേത്രം? ഇല്ല ആശാനെ, നമ്മുടെ ഈ ഓട്ടോശ്രീ ഓട്ടോയെ കുടുംബശ്രീ ക്ഷേത്രത്തിൽ കൊണ്ടുപോയെന്ന് പൂജിച്ചിട്ട് വരാം. വിഷ്ണു അങ്ങനെ ചിരിച്ചോണ്ട് പറഞ്ഞപ്പോൾ കമലിന് സംഗതി നല്ലതുപോലെ കത്തി. ഇത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. അങ്ങനെ വിഷ്ണുവും കമലിനും കൂടെ ഓട്ടോയെ ഓടിച്ചിങ്ങനെ വരുവാണ്. പപ്പിമോളും സത്യയും ഭയങ്കര സന്തോഷത്തിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണ്. പപ്പിമോള് പറയുന്നത്, സത്യയ്ക്ക് അറിയാവുന്ന രീതിക്ക് സത്യ കളിച്ചോ, ഞാൻ അതങ്ങ് ഫോളോ ചെയ്തോളാം. ശാരദാമ്മ കണ്ടിട്ട് പറയുന്നു, 1ാം സ്ഥാനവും കൊണ്ടേ ഇങ്ങോട്ട് വരാവുള്ളു. അത് പിന്നെ ഉറപ്പല്ലേ ശാരദാമ്മേ? ശ്യാമ ശാലിനിയോടുണ്ടായ കാര്യങ്ങളൊക്കെ പറയുവാണ്. അത് കണ്ടുകൊണ്ട് വന്ന ശാരദാമ്മ ചോദിക്കുന്നു, ഇതുവരെയായിട്ട് ഇതൊന്നും കഴിഞ്ഞില്ലയോ? അവനീ കള്ളും ചാറയൊക്കെ വാങ്ങിക്കൊടുക്കുന്നോണ്ടാ അവനീ പ്രാന്ത് തുള്ളുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ അവനൊരു ശല്യത്തിനും വരാറില്ലല്ലോ. ആ സുസ്മിതയാണ് അവനെ കൊണ്ട് ആ കുഴപ്പങ്ങളൊക്കെ ആ വീട്ടിലുണ്ടാക്കുന്നത്. ശാലിനി പറയുക, അമ്മ എന്തുവാ പറയുന്നത്? ഒരാൾ കുഴപ്പം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളങ്ങ് കുഴപ്പം ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? ആ പറയുന്നവനെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ പറഞ്ഞൊപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിലും വേണ്ടായോ? ശാരദാമ്മ പറയുക, ഞാൻ പറയുന്നത് ഇനി ശ്യാമേ നീ അങ്ങോട്ട് പോവണ്ടെന്ന്. കുടുംബവും ഭാര്യയൊക്കെ വേണമെന്നേ അവനിനി സ്വയം ഒന്ന് തോന്നട്ടെ. അപ്പോൾ അവൻ താനേ വന്നോളും. അപ്പോഴേ അവനെ നന്നാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ശാലിനി പറയാ, ചിലപ്പോൾ ഇനി അതിനുള്ള അവസരം കിട്ടുന്നതേ ജയിലിലുള്ളവർക്കായിരിക്കും. ശാരദാമ്മയും ശ്യാമയും ഇങ്ങനെ അതിശയത്തോടെ നോക്കുവാണ്. എന്താണ് ശാലിനി പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അമ്മേ, അവിടെ ഉടനെ തന്നെ ഒരു റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട്. ചന്ദ്രബോസും സുസ്മിതയും രോഹിത്തും കൂടി നടത്തുന്ന ഇല്ലീഗലായിട്ടുള്ള പല ബിസിനസ്സുകൾക്കും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നോട്ടം എത്തിയിട്ടുണ്ട്. പിടിക്കപ്പെട്ട പിന്നെ രോഹിത് അകത്താ. ഇതൊക്കെ ചന്ദ്രബോസിൻ്റെ ബുദ്ധിയാണ്. എല്ലാ ചുമതലകളും രോഹിത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ നിന്നുള്ള കളിയാണ് ചന്ദ്രബോസിൻ്റെത്. അങ്ങനെ പിടിക്കപ്പെട്ടാൽ പോലീസിൻ്റെ മുന്നിലോട്ട് ഇട്ടുകൊടുക്കാൻ ഒരാൾ, അതാണ് അവർക്ക് രോഹിത്ത്. ചന്ദ്രബോസിൻ്റെ തന്ത്രങ്ങൾ ഫലിച്ചാൽ രോഹിത്ത് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. അങ്കടത്തോടെ പെട്ടെന്ന് ശ്യാമ ചോദിക്കുന്നു, കുഞ്ഞേച്ചി അപ്പോൾ രോഹിത്ത്? ശാലിനി പറയുക, അമ്മ കണ്ടോമ്മേ, ഇത്രയൊക്കെ സങ്കടവും ദുരിതവും കൊടുത്തിട്ടും അവനൊരാപത്തെന്ന് കേട്ടപ്പോൾ അവിടെ സ്വഭാവം മാറിയത് കണ്ടോ? ഇത്രയും നേരം അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മുഖമാണോ ഇപ്പം ശ്യാമയ്ക്ക്? ശാരദാമ്മ പറയുക, അത് പിന്നെ അങ്ങനെയല്ലേ മോളെ വരൂ. എത്രയൊക്കെ ആയാലും അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ അവൻ. എന്തൊക്കെ കാണിച്ചാലും അങ്ങനൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ആ സമയത്ത് ശാലിനിയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. എന്തോ ഒന്ന് ഞെട്ടിയതുപോലാണ് ശാലിനിയുടെ മുഖത്ത്. ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്താ മോളെ, എന്താ ഉണ്ടായത്? അമ്മേ, റെയ്ഡ് നടന്നു, രോഹിത്തിനെ അറസ്റ്റ് ചെയ്തു. അത് കേട്ടിട്ട് ശ്യാമ അയ്യോ കുഞ്ഞേച്ചി, അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നുണ്ട്. സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ചന്ദ്രബോസ് ഇങ്ങനെ സ്പീഡിൽ ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത്തിനെ കയ്യിൽ വിലങ്ങ് വെച്ച് പോലീസുകാർ അകത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. കയ്യിൽ വിലങ്ങണിയിച്ച് വന്ന രോഹിത്ത് ചന്ദ്രബോസിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചന്ദ്രബോസിൻ്റെ മുഖത്ത് ഒരു വിഷമവുമില്ല. എന്തോ ഒരു വലിയ കാര്യം സാധിച്ച പോലെ ഒരു സന്തോഷമാണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. ചന്ദ്രബോസ് രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരോട് പറയുന്നത്, ഇത് എന്തിൻ്റെ പേരിലായാലും മനുഷ്യത്വരഹിതമായ കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യാജമദ്യം ഉണ്ടാക്കുന്നതും അത് ബിസിനസ്സാക്കി വിൽപ്പന നടത്തുന്നതും നല്ല പ്രവൃത്തിയാണെന്നാണോ സാർ പറയുന്നത്? എടോ, ഈ കാണിക്കുന്നത് മര്യാദകേടാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടേ അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ബലിയാടാകരുത് എന്നൊക്കെ ചന്ദ്രബോസ് ആ പോലീസ് ഓഫീസറോട് പറയുന്നുണ്ട്. ഇവനെ കൊടുക്കാൻ വേണ്ടി ശാലിനി വിഷ്ണു ഒരുക്കിയ കെണിയായത്, ഇതെനിക്കറിയാം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ ആ പോലീസ് ഓഫീസർ പറയുവാണ്, സാറേ ഇതിന് തെളിവുണ്ട്, വ്യക്തമായ എവിഡൻസിൻ്റെ പുറത്ത് മാത്രമാണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ, അതൊക്കെ ഈ പാവത്തിനെ കൊടുക്കാൻ വേണ്ടി അവരൊരുക്കിയതാണ്. കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഭർത്താവിൻ്റെ വീടായത്, അതിവൻ ലേലത്തിൽ വിളിച്ചതിൻ്റെ വൈരാഗ്യമാണിത്. എടോ, താനൊന്ന് മനസ്സിലാക്കണം, തികച്ചും അനാഥനായ ഇവൻ ഇത്രയും വലിയ വീടിൻ്റെ ഉടമസ്ഥനായതിൻ്റെയൊക്കെ ഒരു കുശുമ്പ് അസൂയ കൊണ്ട് അവരുണ്ടാക്കിയതാണിതല്ല. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നടപടിയുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. സാർ അതിന് സഹകരിക്കണം. എടോ, എൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തന്നിട്ടേ നിങ്ങൾക്കിവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ. ആരുടെ പ്രഹസനത്തിനെ വഴങ്ങിയാ നിങ്ങൾ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞാൽ മതിയോ മിസ്റ്റർ ACP എന്നും പറഞ്ഞ് ദാണ്ട വരുന്ന നമ്മുടെ രഞ്ജിനി മാഡം. അസിസ്റ്റന്റ് കമ്മീഷണറുടെ മൂക്കിൻ്റെ തുമ്പത്തുനിന്നും ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യം മാത്രമായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ. പിന്നെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി തരേണ്ട ഒരു കാര്യവും എനിക്കില്ല. എങ്കിലും വേണമെങ്കിൽ പറയാം, കുറെ അധികം നാളുകൊണ്ട് നിങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ ഇവനെ നിരീക്ഷിക്കുമായിരുന്നു. ഇവിടെ ഇവന് സഹായിയായിട്ട് വന്നു പോയിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ നോട്ടപ്പുള്ളികളുമായിരുന്നു. അങ്ങനെ സകലതും നഷ്ടപ്പെട്ടതുപോലെ ചന്ദ്രബോസും സുസ്മിതയും അങ്ങനെ തലകുനിച്ചവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തോ ഒരു അഹങ്കാരമായിരുന്നു ചന്ദ്രബോസിനും സുസ്മിതയ്ക്കും. എത്ര അന്യായമായിട്ടാണ് ആ ശ്യാമയോട് കാണിച്ച ക്രൂരത. പിഞ്ചു കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ റൂമിനകത്ത് പൂട്ടിയിട്ടിട്ടാണ് ശ്യാമയെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. ഈ കൊടുംപാവത്തിനുള്ള ശിക്ഷ എന്തായിരിക്കുമെന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.